സമാധാനം എന്നാൽ യുദ്ധത്തിൽ നിന്നും കലാപത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം, പ്രത്യേകിച്ച് യാതൊരു പൊരുത്തക്കേടുമില്ലാതെ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ. സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ഒരു സമ്മാനമാണ്. നിങ്ങൾ സമ്മാനത്തെ സ്നേഹിച്ചാൽ ഒരിക്കലും മറ്റുള്ളവരോട് വഴക്കിടില്ല. മനസ്സിൽ സമാധാനമുണ്ടായാൽ നമ്മൾ എപ്പോഴും സന്തോഷിക്കും, സഹായിക്കും. അതില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കോപിക്കും, രോഷാകുലരാവും, വ്യാകുലപ്പെടുകയും ചെയ്യും. ഈ കഥയുടെ സാരം ഒരു ഡോക്ടർ സമാധാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു കള്ളനെ പഠിപ്പിച്ചതാണ്. സമാധാനത്തിന്റെ സമ്മാനം. ഒരു പട്ടണത്തിൽ ഒരു ഡോക്ടർ രോഗികളെ വീടുകളിൽ ചെന്ന് ശുശ്രൂഷിച്ചിരുന്നു. ഒരു വൈകുന്നേരം പതിവ് പോലെ ഒരു രോഗിയെ ചികിത്സിച്ച ശേഷം ഡോക്ടർ വീട്ടിലേക്ക് തിരിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ ഈ ഡോക്ടറെ കൊടുക്കും. ഇയാളുടെ കയ്യിൽ ഇഷ്ടം പോലെ പണം കാണും. കള്ളൻ പെട്ടെന്ന് വീടിന്റെ പുറകിൽ നിന്ന് ഡോക്ടറുടെ മുന്നിലെത്തി. ഡോക്ടർ, നിങ്ങളുടെ കയ്യിലുള്ള പണം മുഴുവനും എടുക്ക്. നോക്കൂ, ഈ പണം മരുന്ന് വാങ്ങാനുള്ളതാണ്. നിങ്ങൾ ഈ വഴിയിൽ നിന്ന് മര്യാദയ്ക്ക് മാറി നിൽക്കൂ. വെറുതെ വാചകം അടിക്കണ്ട. കയ്യിലുള്ള പണം മുഴുവനും വേഗം എടുക്ക്. കള്ളൻ ഡോക്ടറെ ആക്രമിച്ച് പണം മോഷ്ടിച്ചെടുത്തു. ഇനി തനിക്ക് പോകാം. ഇന്ന് രാത്രിയിലെ ഭക്ഷണം കുശാലായി കഴിക്കണം. ഡോക്ടർ ഒരു അക്ഷരം പോലും പറയാതെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അന്ന് രാത്രി ഭക്ഷണം കഴിച്ച ശേഷം കള്ളൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. അയ്യോ, എന്തോ എന്നെ കടിച്ചു. എന്തായിരിക്കും അത്? കള്ളൻ താഴെ നോക്കിയപ്പോൾ ഒരു പാമ്പിനെ കണ്ടു. ദൈവമേ, ആരെങ്കിലും എന്നെ സഹായിക്കേ. ഒരു പാമ്പെന്നെ കടിച്ചു, സഹായിക്കൂ. സഹായത്തിനു വേണ്ടി കരഞ്ഞ കള്ളന് ആരോ തന്നെ ശുശ്രൂഷിക്കുന്നതായി തോന്നി. അത് ഡോക്ടറായിരുന്നു. ഡോക്ടർ, നിങ്ങൾ സംസാരിക്കാതിരിക്കൂ. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ എന്റെ ക്ലിനിക്കിലേക്ക് വരൂ. ഡോക്ടർ, എന്നോട് ക്ഷമിക്കൂ. മാപ്പ് തന്നാലും. കുറച്ചു മുമ്പ് ഞാൻ നിങ്ങളെ മുറിവേൽപ്പിച്ചിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്നെ ചികിത്സിച്ചു. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമില്ലേ ഡോക്ടർ? എനിക്ക് വഴക്കിടുന്നത് ഇഷ്ടമല്ല. ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനാൽ എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല. ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായി ഡോക്ടർ. എനിക്കൊരു പുതിയ ജീവിതം തുടങ്ങണം. അതിന് താങ്കൾ എന്നെ സഹായിക്കണം. ശരി, എന്നാൽ നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണോ? അതെ ഡോക്ടർ, എന്ത് ജോലിയും ഞാൻ ചെയ്യാം. എന്തും ചെയ്യാം ഡോക്ടർ. എന്നാൽ നിങ്ങൾക്ക് എന്റെ ക്ലിനിക്ക് നോക്കി നടത്താൻ സാധിക്കുമോ? ചെയ്യാം ഡോക്ടർ. നാളെ തന്നെ ഞാൻ ജോലിയിൽ ചേർന്നേക്കാം. സമാധാനത്തോടെയുള്ള പെരുമാറ്റം ഒരു കള്ളനെ നല്ല മനുഷ്യനാക്കി മാറ്റി. റോബ്. ബലം പ്രയോഗിച്ച് എന്തെങ്കിലും പിടിച്ചു വാങ്ങുക. ക്ലിനിക്. ഒരു ഡോക്ടർ നടത്തുന്ന വൈദ്യ ശുശ്രൂഷാ സ്ഥാപനം.